Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all. എന്താണ് prayer? ഞാനാണ് മിസ്. Okay, prayer പറഞ്ഞോ കേട്ടോ. Good morning, ma'am. സർഫീന. There shall be showers of blessing. This is the promise of love. There shall be peace and refreshing sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. Showers of blessings, showers of blessings we need. Over the hills and the valleys, sound of abundance of rain. There shall be showers of blessing. This is the promise of love. There shall be peace and refreshing sent from the Savior above. Thank you. സായനിൻ ആരാണ്? സായനിൻ ആരാണ്? സായനിൻ ആരാ പറയണേ? ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? Yes, ma'am. സായനിൻ ആരാ പറയണേ? ആരില്ലേ? ഞാൻ പറയട്ടെ മിസ്സേ. ഓക്കെ പറഞ്ഞോടാ. Good morning, I am Nofila. Past is a waste paper, present is a newspaper, future is a question paper. So read and write carefully, otherwise your life will be tissue paper. Dr. APJ Abdul Kalam. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് നമ്മളുടെ MPയില് ഇപ്പം എന്താ പറയാ, പ്രയർ പറയാനും അതേപോലെ തന്നെ സൈൻ ഇൻ പറയാനൊക്കെ കുറച്ച് മിക്കവർക്കും എന്താ പറയാ തയ്യാറായി വരുന്നില്ലല്ലോ. അപ്പൊ 2 ലീഡേഴ്സിനെ ഒരു ലീഡറിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ നിങ്ങൾ ലീഡറായിട്ട് സെറ്റ് ചെയ്യണം. ലീഡറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലീഡർ? ഓക്കെ, നമ്മുടെ ലീഡറിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആരൊക്കെയാണ് ഏതൊക്കെ ദിവസം സൈൻ ഇൻ പറയേണ്ടത്, ആരാണ് പ്രയർ പറയേണ്ടത് എന്നുള്ള കാര്യങ്ങള്. അങ്ങനെ ഉണ്ടോ? ഉണ്ട് മാം. ഗ്രൂപ്പിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് എല്ലാവരും പറയുന്നത് ദിവസം. പറയാനൊക്കാഞ്ഞതായിരിക്കും. ആബ്സെന്റ് ആണോ എന്നാള് സൈൻ ഇൻ പറയേണ്ട ആള്? ബാക്കി എല്ലാ ബാച്ചിലും കുട്ടികൾ നല്ല ഇൻട്രസ്റ്റോടെ നമ്മൾക്ക് ക്ലാസ്സിൽ കയറുമ്പോ ഇങ്ങനെ വർത്താനൊന്നും പറയണം നമ്മൾ കേൾക്കാറില്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടോക്ക് ചെയ്യണമെന്ന് കേൾക്കാറില്ല. ആരാണെന്ന് സൈൻ പറയേണ്ടത് ആള് കയറിയോന്ന് നമ്മുടെ ആരാണ് ടീം ലീഡർ ചോദിക്കും ആരാണെന്ന് കാരണം. അപ്പൊ ഒരു മാസത്തിന് ആ ടീം ലീഡറിന്റെ കാലാവധി, നെക്സ്റ്റ് മന്ത് നിങ്ങൾ പുതിയ ടീം ലീഡറിനെ സെലക്ട് ചെയ്യും. അപ്പൊ ആ ഒരു മാസത്തേക്കുള്ള ആൾക്കാരെ നെക്സ്റ്റ് ടീം ലീഡർ ആണ് സെലക്ട് ചെയ്യണത്. ആരൊക്കെയാണ് അവർ കയറിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ടീം ലീഡർ എന്നത് പ്രസന്റ് ചെയ്യും. അങ്ങനെ കറക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യും, ഫോളോ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ബാച്ചിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ബാച്ചിലും കൂടെ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്? Personal hygiene അല്ല.
പേഴ്സണൽ ഹൈജീൻ ആണ് പറഞ്ഞത്. ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടിയില്ലേ? ചെയ്തോ? യെസ്, അന്ന് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, മോക്ക് ടെസ്റ്റ് കിട്ടിയില്ലേ? ഇല്ല മാം, മോക്ക് ടെക്സ്റ്റ് കിട്ടിയില്ല. മോക്ക് ടെസ്റ്റ് കിട്ടിയില്ല അല്ലേ? ഓക്കെ ഓക്കെ. മോക്ക് ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ ഇന്നത്തേക്ക് ഇടാൻ പറയാട്ടാ. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാന്നൊക്കെ ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ചാപ്റ്റർ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഫുഡ് ന്യൂട്രീഷൻസ് ബാലൻസ് ഡയറ്റ്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പ്രോപ്പർ എമൗണ്ട് ഓഫ് ഫുഡ് കിട്ടണ്ടേ? സാധാരണ നമ്മളിപ്പോ കഴിക്കുന്ന ഫുഡില്ലേ, നമ്മളെ മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹെൽത്തി ഫുഡ് ആണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അല്ലോ ശരിയാണ്. നമ്മളിപ്പോ കഴിക്കുന്ന മലയാളികൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫുഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ പൂർവികർ എന്താണോ കഴിച്ചത് അത് തന്നെ നമ്മൾ കഴിക്കുന്നേ, റൈസ്. പക്ഷെ അന്ന് അവരെന്താണ് നല്ല രീതിയിൽ പാടത്തും പർവ്വതം ഒക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ട് എനർജിയും എഫേർട്ടൊക്കെ എടുത്ത് ജോലി ചെയ്തിട്ടാണ് അവർ ഈ പറഞ്ഞ ഒരു പറ ചോറൊക്കെ കഴിച്ചിരുന്നത്. ഒരു പാത്രം നിറച്ച് ചോറൊക്കെ കഴിച്ചിരുന്നത്. പക്ഷേ നമ്മൾ അതേപോലെ പണിയെടുക്കുന്നുണ്ടോ? ഇല്ലാലോ. നമ്മളൊക്കെ മടിയന്മാരാ. കേരളത്തിലുള്ളവരൊക്കെ മടിയന്മാരാ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്തൊരു പാടമുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് കാണാനൊക്കെ പോകും. ഇപ്പൊ ഈ ടൈം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ക്ലൈമറ്റ് ആണ് അവിടെ. രാവിലെയൊക്കെ പോയി നല്ല പൂടങ്ങി. അപ്പൊ ഞാൻ പോയത് ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് ടൈമിലാണ് പോകാറ് പാടം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ ആ വഴി പോയപ്പോ ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോ അവിടത്തെ ഞാറൊക്കെ നടന്നു. നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ നോക്കുമല്ലോ ഞാറ് നടന്നതൊക്കെ. നോക്കിക്കഴിഞ്ഞപ്പോ കുറച്ചും കൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോ ആ നടന്നതൊക്കെ ഹിന്ദിക്കാരാണ്. പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യണത്, ഈ ഞാറൊക്കെ നടന്നത്. നമ്മുടെ മലയാളികൾ ആരും എന്ത് ചെയ്യുന്നില്ല, കൃഷിപ്പണി ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാ നമ്മളൊരു എഫേർട്ടും എടുക്കാണ്ട് നമ്മൾ വെറുതെ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പൊ എങ്ങനെയാണ് സർവീസ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. ഇരുന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ തിങ്ക് ചെയ്തോട്ടാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് ഇത്രയും ഫുഡ് കൺസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. എന്താ പറയുക, ഇത്രയും ചോറും കാർബോഹൈഡ്രേറ്റും ഒന്നും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യും, ഇത്രയും ഫുഡ് കഴിക്കും. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കേണ്ടത്? ഏത് സമയത്താണ് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കേണ്ടത്? ഓക്കെ. പക്ഷേ ജോലി ചെയ്യുന്ന ആൾക്കാര്, ഞാനടക്കം ജോലി ചെയ്യുന്ന ആൾക്കാര് ഏത് ടൈമിലാണ് ഫുഡ് അവോയ്ഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണത് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞു തിരക്കിൽ ഓടി നമ്മൾ ക്ലാസ്സിന്റെ കാര്യത്തിലുള്ള ജോലിക്കൊക്കെ പോകുമ്പോ നമ്മൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ കയറിയവർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അവോയ്ഡ് ചെയ്യാണ്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യരുത്. ഇതിന് ഉച്ചയ്ക്ക് എന്തെങ്കിലും തിരക്കിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇത്തിരി ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ കഴിച്ചില്ലെന്നിരിക്കും. പിന്നെ എപ്പോഴാ ഭക്ഷണം കഴിക്കുന്ന വെച്ചാൽ രാത്രി ഒരുപാട് അങ്ങോട്ട് കഴിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല നമ്മുടെ ഫുഡ് കറക്റ്റ് ആയിട്ട് കഴിക്കുന്നത്. മോർണിംഗിൽ എങ്ങനെയാണ് കുംഭകർണനെ പോലെ കഴിക്കണമോ? അത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു പഴഞ്ചൊല്ലില്ലേ, നിനക്കറിയോ അത്? രാജാവിനെ പോലെ രാജാവിനെ പോലെ, ഉച്ചക്കത്തെ സാധാരണക്കാരനെ പോലെ, രാത്രിയിൽ ദരിദ്രനെ പോലെ. അതിന്റെ മീനിങ് എന്താണ്? രാവിലെ നമ്മൾ നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഉച്ചയ്ക്ക് സാധാരണ ആൾക്കാർ കഴിക്കുന്ന പോലെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ, നല്ല വെജിറ്റബിൾസും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം. ദെൻ നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റിൽ ഫുഡ് കഴിച്ചാൽ മതി. കാരണം നമ്മൾ ഇത്രയും നേരം കഴിച്ച ഫുഡും അതേപോലെ തന്നെ ഇപ്പം കഴിക്കുന്ന ഫുഡൊക്കെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യേണ്ട ടൈമാണ് ഈ നൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി ഭക്ഷണം ഹെവി ആയിട്ടൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത്രയും എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിക്കുക, ആ നൈറ്റ് നിങ്ങൾക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങുമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ബോഡിയുടെ വർക്ക് കഴിയണത് എപ്പോഴാണ്? ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴാണ്. നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ എന്താണ്, അപ്പൊ ബോഡിക്ക് റെസ്റ്റ് കിട്ടണമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നൈറ്റ് കുറച്ച് അളവിൽ ഭക്ഷണം കഴിക്കാം. അതും നിങ്ങൾക്ക് എത്ര നേരത്തെ കഴിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കഴിക്കാം. ഒരു 7 മണിയൊക്കെ ആവൂലേ, അപ്പൊ കഴിക്കാം. നിങ്ങൾ കേട്ടപ്പോ തമാശ ചെയ്ത് തോന്നും, 7 മണിക്ക് ഞങ്ങൾ ചായ കുടിക്കണേ, അത് കഴിഞ്ഞ് 10 മണി ആവുമ്പോഴാ
ഫുഡ് കഴിക്കണെന്നൊക്കെ പറയും. പക്ഷെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു 7-8 അത് കിടന്ന് പോകുന്നത് എന്ത് ലഞ്ച് എന്ന് പറയുന്നത്. ലഞ്ച് ആ ടൈമിൽ മാക്സിമം കഴിക്കാനായിട്ട് നോക്കാം. ദെൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നേരത്തെ കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു 7 മണി തന്നെ നമുക്ക് ആദ്യമൊക്കെ വിശക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് രീതിയിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വിശക്കടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എന്താ ചെയ്തിരുന്നതെന്ന് അറിയാമോ, കുക്കുംബറോ ക്യാരറ്റോ ഒക്കെ എടുത്ത് കഴിക്കും. വിശക്കാണല്ലോ, നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ മതി. അപ്പൊ കുക്കുംബറും ക്യാരറ്റൊക്കെ അകത്ത് ഡിപ്പെണ്ടാവും, ഫ്രിഡ്ജിലുണ്ടാവും. ഞാൻ അതെന്തെങ്കിലും ക്ലീൻ ചെയ്തിട്ട് ഞാനത് കഴിക്കും. 6:30 ഫുഡ് കഴിക്കോ? ഈവനിങ് 6:30 ഫുഡ് കഴിക്കും. ലഞ്ചാണ് കഴിക്കുന്നത് ആള്? അല്ലേ? അല്ല സോറി, ലഞ്ച് ഡിന്നറാണ് കഴിക്കണത്. സോറി, എനിക്ക് മാറിപ്പോയതാണ്. ഡിന്നറാണ് കഴിക്കണത്. നല്ല കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഫുഡൊന്നും കഴിക്കില്ലല്ലോ? ഓക്കെ, നല്ലതാണ്. അതേപോലെ നമ്മുടെ എന്താ പറയാ, കുക്കുംബർ അത് നല്ല കാര്യം. കാരണം നമ്മൾ പ്രോപ്പർ ആയിട്ടൊന്ന് ഹെൽത്ത് ചെക്ക് ചെയ്യണം. കാരണം ഇപ്പൊ നമ്മൾ മിക്കവരും 30 വയസ്സിനൊക്കെ മേലുള്ളവരായിരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ളവർ. ഒന്ന് ഹെൽത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഷുഗർ, പ്രഷർ എല്ലാ അസുഖവും കൂടി ഉണ്ടാവും. നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കണം. നമ്മുടെയൊക്കെ എന്താ പറയാ, നമ്മുടെയൊക്കെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുമ്പത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് 50 വയസ്സൊക്കെ ആവണം ഈ പറഞ്ഞ ഷുഗറും പ്രഷറും ഒക്കെ കേട്ടു തുടങ്ങിയെങ്കിൽ നമ്മളുടെ ആ ഒരു ഏജിലുള്ള നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും ഈ പറഞ്ഞ ഷുഗറും പ്രഷറും മറ്റു അസുഖങ്ങളൊക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണെന്ന് തിങ്ക് ചെയ്യണം നിങ്ങൾ. നമ്മുടെ ഫുഡിങ് ഹാബിറ്റ് ആണ്. അപ്പൊ നമ്മൾ പറയും എന്താണ്, നമ്മൾ വേറെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നമ്മളുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ മുമ്പ് അവർ കഴിച്ചിരുന്ന ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത്. അത് ഓക്കെയാണ്. പക്ഷേ ഇല്ലേ, നമ്മൾ അവര് അന്ന് ജോലി ചെയ്ത പോലെ നമ്മൾ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടോ എന്നൊന്നും വിലയിരുത്തി എന്താണ് ഓക്കെ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്നില്ല. നമ്മൾ അത്രയും എനർജിയുടെ ജോലികളോ വർക്കുകളോ ഒന്നും ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ ആവശ്യമില്ലാത്ത എനർജികളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഫാറ്റും കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മുടെ ബോഡിയിൽ തന്നെ നിൽക്കാണ്. അത് നമ്മുടെ ഹെൽത്തിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ബാഡ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നമ്മള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ കാര്യം ഓക്കെയാണ്. നമ്മൾ ആ ഫുഡ് ഹാബിറ്റിലൊക്കെ പോയി നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അറിഞ്ഞാൽ മാത്രമേ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികള് പ്രോപ്പർ ആയിട്ടാണോ ഫുഡ് എടുക്കുന്നത്, അവർ കഴിക്കുന്ന ഫുഡിൽ ഹെൽത്തി അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആണോ കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാവട്ടെ നമ്മുടെ മക്കളാവട്ടെ, അവർക്ക് രണ്ടുപേർക്ക് നമ്മൾ ഈ കാര്യം എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. The growing child required healthy food for their proper development. നല്ല രീതിയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ നമ്മൾ പ്രീ സ്കൂൾ കുട്ടികൾക്ക് പ്രീ സ്കൂൾ ചിൽഡ്രൻസ് need to get lot of nutrition and energy from their food. As they are growing, developing speedily, as they have small stomach. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികൾക്ക് ചെറിയ വയറാണ്, കുഞ്ഞു വയറാണ്. കാരണം നമ്മളിപ്പോ കുഞ്ഞു കുട്ടികൾക്ക് ചെറിയ വയറല്ലേ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എപ്പോഴും എന്താണ്, ന്യൂട്രീഷ്യൻസ്, ലോട്ട് ഓഫ് ന്യൂട്രീഷ്യൻസ് അടങ്ങിയ ഭക്ഷണം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആവശ്യമില്ലാത്ത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ അളവ് ന്യൂട്രീഷ്യൻസ് കിട്ടണമെന്നില്ല. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലൂലേ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ഏതെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയും കുട്ടി മാൽ ന്യൂട്രീഷൻ ആണ് അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കൂല. കൊച്ചിന് വളർച്ചയുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു കാരണവശാലും സമ്മതിച്ചിട്ടില്ല. കാരണം എന്താണ്, ഞാനിവര് ചോറ് കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ആയിരിക്കും. പക്ഷെ എന്താണ്, അവരെന്താണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഫുഡ് എന്ത് ചെയ്യുന്നില്ല, സപ്ലൈ ചെയ്യുന്നില്ല. അവന് ചെയ്യേണ്ട എനർജി, അവർക്ക് എനർജി എന്താണ് മെയിൻ ആയിട്ട് കിട്ടുന്നത് ഈ ഫുഡ് ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡിനാണ്. ഈ പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് കൊടുത്തില്ലെങ്കിൽ അവർ ഗ്രോ ചെയ്യോ, ഡെവലപ്പ് ചെയ്യോ, വെയിറ്റ് ഗെയിൻ ചെയ്യോ, ഇല്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഫുഡ് കൊടുക്കണം.
The food they eat should provide energy and nutrients in compact form. ഒരു കോമ്പാക്ട് ഫോമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഫുഡും ന്യൂട്രീഷൻസ് ഒക്കെ കുട്ടികൾക്ക് കിട്ടാനായിട്ട്. ഒന്നും കുറവ് പാടില്ല. ഇപ്പൊ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്കറിയാം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, ഫാറ്റ് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, എല്ലാരും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു എല്ലാത്തിന്റെയും ഒരു എന്താ പറയുക ബാലൻസ്ഡ് ആയിട്ടുള്ള അളവിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇൻ ലാക്ക് ഓഫ് മെഷർ ഓഫ് മാം, ശരിക്കും നമ്മുടെ വയറെന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ ഈ അന്നനാളം ഇറങ്ങി പോയിട്ട് അവിടെയുള്ള കാണുന്ന ഒരു സഞ്ചി പോലുള്ള ഭാഗം മാത്രമേ നമ്മൾ വയറുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ ഞാനൊരു വീഡിയോ കണ്ടതാട്ടോ അങ്ങനെ. ആ അന്നനാളം പോകുന്ന ആ ഒരു സഞ്ചി പോലെ കാണുന്ന ആ ഒരു ഭാഗം അങ്ങനെ വളർന്നിരിക്കുന്ന ഒരു ബാക്കി സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, പിന്നെ റെക്ടം, അത് കഴിഞ്ഞ് അതെല്ലാം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. നമ്മുടെ മൗത്ത്, ഈസോഫാഗസ്, ദെൻ നമ്മൾ സ്റ്റൊമക്കിലേക്കാണ് ഫുഡ് എത്തുന്നത്. ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കോൺട്രാക്ഷനും റിലാക്സേഷനും വഴി നമ്മൾ കഴിച്ച ഫുഡ് എന്ത് ചെയ്യും, അവർ ഡൈജസ്റ്റ് അവരുടെ പേസ്റ്റ് രൂപത്തിലാണ്. എന്നിട്ട് ഈ പേസ്റ്റ് നമ്മൾ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ വഴി കടത്തിവിടും. അപ്പൊ ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. ഞാൻ ഇമേജ് കാണിച്ചു തരാം. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ന്യൂട്രീഷൻസ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് റഫേജ് എന്ത് ചെയ്യും, നമ്മൾ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് കടത്തിവിടും. എന്നിട്ട് അത് നമ്മുടെ റെക്റ്റം അതേപോലെ തന്നെ അനസ് വഴി പുറത്തേക്ക് പോകും. നമ്മൾ നോക്കിയൊന്ന് ഏതാ സ്റ്റൊമക്ക് ഒന്ന് നോക്കിക്കോട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഒരു പോർഷനാണ് സ്റ്റൊമക്ക്. നിങ്ങൾക്ക് ഇമേജ് കാണാൻ പറ്റുന്നുണ്ടോ? അത് മാത്രമാണ് സ്റ്റൊമക്ക്. അതില് നമ്മുടെ പകുതി ഫുഡും പകുതി വെള്ളവും ആയിട്ടാണ് കുഴമ്പ് രൂപത്തിലാണ്, മിക്സഡ് ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മള് അവിടെ വെച്ചതെല്ലാം ഒരു കുഴമ്പ് രൂപത്തിലാക്കും. നമ്മൾ ഈ പുറമെ കാണുന്ന വയറ് ഫുള്ളും നമ്മുടെ വയറല്ല, ഈ ഒരു സഞ്ചി ഉള്ളതാണ് വയറ് എന്നാണെന്നാണ് ആ വീഡിയോയിൽ അവർ പറഞ്ഞത്. ശരിക്കും അത് തന്നെയാണല്ലോ. അങ്ങനെയാണ്. ബാക്കിയൊക്കെ പാർട്സുകളാണ്. നമ്മളിത് കാണുന്ന ഈ വയറിന്റെ ഉള്ളിൽ തന്നെയാണ് ഇതേപോലെ ബാക്കിലായിട്ട് എല്ലാവരും ഉണ്ട്. ഈ പറഞ്ഞ ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, നമുക്കാണെങ്കിൽ യൂട്രസ് വരെയും നമ്മുടെ വയറിലുണ്ട് അല്ലേ? അപ്പൊ മോൻ ഇത്രയും നാള് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കാണുന്ന നമ്മൾ സാധാരണ പറയും ഇത് വയറാണെന്ന് പറയുമ്പോ ആ ഉള്ളിലുള്ളത് മൊത്തം വയറാണെന്നാണ് വിചാരിച്ചിരുന്നേ. അങ്ങനെയല്ല മാം, നമ്മുടെ വയറെന്ന് പറയുമ്പോ നമ്മൾ വയറ്റില് ഫുള്ള് കഴിച്ചെന്ന് പറയുമ്പോൾ നമ്മള് വയറെന്ന് ഉദ്ദേശിച്ച് നമ്മൾ പുറമേ കാണുന്ന ഒരു ഇത് മൊത്തം വയറാണല്ലോ, അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴാണ് ഇതില് ഈ ഒരു സഞ്ചി പോലെ വരുന്ന ആ ഒരു ഭാഗം മാത്രമാണ് അതിന്റെ സ്റ്റൊമക്ക്. ബാക്കി നമുക്ക് അറിയായിരുന്നു, ബാക്കി എല്ലാ പാർട്സും അതിൽ തന്നെ ഉണ്ട്, ഇൻക്ലൂഡ് ആണെന്ന് അറിയാം. പക്ഷെ അത് ഫുള്ള് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ മാറിപ്പോകില്ല. ഏതാ സ്റ്റൊമക്ക് മനസ്സിലായല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ കുട്ടികളുടെ വയറൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കുട്ടികളുടെ വയറ് അത്ര ചെറുതായിരിക്കില്ലേ? ചിലപ്പോ ഈ ഒരു കൈന്റെ അത്ര ഉണ്ടാവില്ല, അത്രയും ചെറുതായിരിക്കും. കൊടുക്കുന്ന ഭക്ഷണം അത്ര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനും അവർക്ക് ആവശ്യത്തിനുള്ള എനർജി അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം. In lack of the required measure of nutrition, the child face incapability to cope with the situation with his age demand. അവരുടെ ഏജിനനുസരിച്ച് വളർച്ച അവനുണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങളിൽ അവരെ മന്ദത അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരും പഠിക്കുന്നതില്. അതേപോലെ കളിക്കാൻ പോകാനും മടിയും അങ്ങനത്തെ ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. Therefore, both the parent and teachers must see that children get food required for their growth and power. അവരുടെ ഗ്രോത്തിനും അവരുടെ വളർച്ചയ്ക്കും അവർക്ക് ആരോഗ്യവാനായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കുട്ടികളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ ടീച്ചേഴ്സിനും അതേപോലെ തന്നെ പാരന്റ്സിനുമാണ്. They should be give the food which is wealthy in carbohydrate, protein, minerals, vitamins. നമ്മൾ കൂടുതലായിട്ട് കുട്ടികൾക്ക് എന്ത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും അടങ്ങിയ ഫുഡ് വേണം എന്ത് ചെയ്യാനായിട്ട്
കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. എന്നിരുന്നാൽ മാത്രമേ ഒരു പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ നല്ല ആരോഗ്യവാന്മാരായിട്ട് നല്ല മിടുക്കരായിട്ട് വളരുള്ളൂ. സോ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ നല്ല ഫുഡ്, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. ഞാൻ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ആക്ടിവിറ്റി തരട്ടെ? യെസ് മാം. നമ്മള് മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകാഹാര കുറവ് മൂലം കുട്ടികൾ ഫേസ് ചെയ്യുന്ന അസുഖങ്ങളുണ്ട്. ഒരുപാട് അസുഖങ്ങളുണ്ട് പോഷകാഹാര കുറവ് മൂലം. ഒന്നോ രണ്ടോ ഞാൻ പറയാം. അനീമിക്, വിളർച്ച, അത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു 10 അസുഖങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരാം. എത്രയാണ്? 10 അസുഖങ്ങൾ മാൽന്യൂട്രീഷൻ മൂലം, പോഷകാഹാരക്കുറവ് മൂലം ഈ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ്, വൈറ്റമിൻ എ, ഡി, കുറെ വൈറ്റമിൻസ് ഉണ്ടെന്ന് അറിയാലോ. ഇതിന്റെയൊക്കെ എന്താ പറയാ കുറവ് മൂലം കുട്ടികൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടികൾ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള അസുഖങ്ങൾ ഒരു 10 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ നോട്ടിൽ എഴുതിയിട്ട് വരണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരൂലേ? മാം പേര് മാത്രം മതി, അതിന്റെ എക്സ്പ്ലനേഷൻ. അതിന്റെ എക്സ്പ്ലനേഷൻ വേണം. എന്ന് വെച്ചാൽ ഇതെന്താണ് അസുഖം, ഇതിന്റെ റിസൾട്ട് എന്താണ്, ഈ അസുഖം എന്ത് മൂലം, എന്തിന്റെ കുറവ് മൂലമാണ് നമുക്ക് വരുന്നത്, അതേപോലെ ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. അപ്പൊ അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഓക്കെ ഒന്നുകൂടി പറയാം. മാൽന്യൂട്രീഷൻ മൂലം നമ്മുടെ കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് വരണം. അസൈൻമെന്റ് ബുക്കിലല്ല മക്കളെ, എന്റെ നോട്ട്ബുക്കില്ലേ, ഈ നോട്ട്ബുക്കില്ലേ, ആ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, മനസ്സിലായോ തമന്ന? മനസ്സിലായി. അസുഖങ്ങളാണ് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം കോമൺ ആയിട്ടുള്ള അസുഖം ഞാൻ പറഞ്ഞ അനീമിക്. നിങ്ങൾക്ക് അറിയാലോ എന്തുകൊണ്ടാണ് അനീമിക് വരുന്നത്, വിളർച്ച വരുന്നത്? ബ്ലഡിന്റെ കുറവല്ലേ, ബ്ലഡ് അയൺ. മാം അതിന്റെ ലക്ഷണങ്ങളും അതിന്റെ കാരണങ്ങളും എല്ലാം വേണോ? അത് വേണം കേട്ടോ. അയണിന്റെ കുറവാണ്, ബ്ലഡിന്റെ കുറവ് നമുക്ക് അറിയുമെങ്കിലും നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന്റെ അളവിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. അതിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് എന്ത് വരുന്നത്, അനീമിക് ആവുന്നത്. അപ്പൊ അയൺ, നമ്മുടെ അയണിന്റെ കുറവ്, നമ്മുടെ ബോഡിയിൽ അയൺ എന്ന് പറയുന്ന ആ ഒരു മിനറലിന്റെ കുറവ് മൂലമാണ് നമുക്ക് എന്ത് വരുന്നത്, അനീമിക് എന്ന് പറയുന്ന അസുഖം വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ അസുഖം വരുന്നത്? മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതായാലും നമുക്കത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെയർ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചത് വരികയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ പുതിയൊരു അറിവായിരിക്കും. ഞാൻ കേൾക്കാത്ത പോലത്തെ അസുഖം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം കേട്ടോ. കാരണം അങ്ങനെ ഒത്തിരി റെയർ ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്. ഈ വൈറ്റമിൻസിന്റെ കുറവ് മൂലം നമുക്ക് ഒരു തരം പാണ്ഡുരോഗങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഡെഫിഷ്യൻസി മൂലം, മാൽന്യൂട്രീഷൻ മൂലം ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരാം. ഓക്കെ അല്ലേ? ഒരു 3 പോയിന്റ് ഒക്കെ മതി ഒരു അസുഖത്തെ കുറിച്ച്. ഓക്കെ ഓക്കെ. Through the food is highly required for normal functioning of human body and preservation of its health. The input of excessive quality of food will do more harm than good. ഞാൻ പറഞ്ഞു നോർമൽ ആയിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു. നോർമൽ ആയിട്ട് ഫുഡ് കഴിക്കണം നമ്മുടെ ബോഡിയുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. പക്ഷെ എക്സസീവ് ആയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല്, അമിതമായിട്ട് നമ്മള് അമൃതം എന്താണ്, അധികമായാലും എന്താണ്, അമൃതം അധികമായിട്ടുണ്ടെങ്കിൽ അതറിയാല. അതന്നെയാണ് ഫുഡിന്റെ കാര്യത്തിലും. നമ്മള് എന്തും അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, വിഷമാണ് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ആ ഫുഡ് ചെയ്യുന്നതിൽ നിന്നും ഒരുപാടായിട്ട് അത് നമ്മുടെ ബോഡിക്ക് ഹാർംഫുൾ ആയിട്ട് ബാധിക്കും. ഒരുപാട് അളവില് എന്ത് കഴിക്കുകയാണ്, ഷുഗർ കഴിക്കുകയാണ് അല്ലെങ്കിൽ പഞ്ചസാര കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ എന്ത് പേഷ്യന്റ് ആയിട്ട് മാറും, ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ട് മാറില്ലേ? ഇന്നത്തെ സർവേ നടത്തുമ്പോ കേരളത്തില് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഏജ്ഡ് ആയവരെക്കാളും കൂടുതൽ ആരാണ്, നമ്മൾ 30 to 40 അല്ലെങ്കിൽ 30 to 50 ഇയേഴ്സിലുള്ള ആൾക്കാർക്ക് ഡയബറ്റിക് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് എന്താണ്, ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോഴെ ചെറുപ്പത്തിലെ ഷുഗർ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ ഡയബറ്റിക് ആണ്. അത് മെഡിസിൻസ് എടുക്കുന്നുണ്ട്, ചിലവർ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. നമ്മൾ ആ ചെറുപ്പത്തിലെ കുട്ടികളുടെ ഹെൽത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളത് പ്രോപ്പർ ആയിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ അത് നമ്മളിപ്പോ വിചാരിക്കും ഒരു മിഠായി അല്ലേ അവൻ കഴിക്കുന്നത്, കഴിച്ചോട്ടെ കൊച്ചല്ലേ,
പക്ഷെ ഈ കഴിക്കുന്ന മിഠായിൽ എന്തോരം ഉണ്ടാവും ഈ ഷുഗർ, ഗ്ലൂക്കോസ്. അതേപോലെ നമ്മൾ കുറേ ഭക്ഷണമൊക്കെ ചോറൊക്കെ കൊടുക്കൂലേ, അപ്പൊ അവന് മാക്സിമം ചോറ് കൊടുക്കാതിരിക്കാൻ നോക്കും. കുറച്ച് അളവിൽ ചോറും ബാക്കി പച്ചക്കറികളും പിന്നെ ഗോതമ്പിന്റെ ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരെന്ത് ചെയ്യും പരിചയപ്പെടുത്തി നോക്കുക. അപ്പൊ അവർക്ക് ചെറുപ്പത്തിലെ അതൊരു ശീലമാവും. ചോറ് കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ചോറ് വേണ്ട എന്നല്ല, വേണം, എന്നിരുന്നാൽ പോലും ഒരുപാട് വേണ്ട. നമ്മുടെയൊക്കെ അമ്മമാര് പറയും ചോറ് കഴിച്ചാലേ വലുതാവുള്ളൂ, ഇത്രയും പാത്രം നിറച്ച് ചോറ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭക്ഷണമൊക്കെ തരില്ലേ. ശരിയും പറഞ്ഞാൽ അത്രയും ചോറിനൊന്നും ആവശ്യമില്ല, കുറച്ച് എമൗണ്ട് ഓഫ് ചോറിന്റെ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ അമ്മമാരായിരിക്കും നിങ്ങളെ ഭൂരിഭാഗം പേരും അല്ലെ. അപ്പൊ അവരോടൊക്കെ അവരുടെ അമ്മമാര് പറഞ്ഞിട്ടുണ്ടാവും, ഡെലിവറി കഴിഞ്ഞതല്ലേ, നീ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, ഒരുപാട് ചോറ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ചോറ് നമുക്ക് കുത്തി നിറച്ച് തരത്തില്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് കുറച്ച് അളവ് എന്ത് ചെയ്യാം, ചോറ് കഴിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ചെറുപയർ വേവിച്ചതോ ചെറുപയർ മുളപ്പിച്ചതോ അല്ലെങ്കിൽ പച്ചക്കറികളോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യും. ഓക്കേടാ, അത് നമ്മൾ ആ സമയത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യും. ഞാനിപ്പോ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ വന്നു. കാരണം അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ട് ഞാൻ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് കഴിച്ച് ഭയങ്കര ഗുണ്ടുമാങ്ങ പോലെ തീരും. 60-70 കിലോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പ്രശ്നമായപ്പോ എന്തായിരുന്നു, ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം. എനിക്ക് അതിൻ്റെതായ ഒരുപാട് അസ്വസ്ഥതകളും അതേപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. എന്ന് വെച്ചാൽ നമ്മള് എന്റെ സിസേറിനായിരുന്നു കേട്ടോ. അപ്പൊ സിസേറിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത്രയും ഫുഡ് ഒരുപാട് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ വയറിനത് താങ്ങില്ല. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തപ്പോ ഒരു 15 ദിവസം ഡെലിവറി കഴിഞ്ഞ് 15-20 ദിവസത്തിനുള്ളിൽ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അമ്മ കൂടി ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്തിട്ട്, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ ജോലി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ പറയുന്ന ഫുഡുകളൊക്കെ കഴിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, മോൻ ഈ ഫുഡൊന്നും കഴിക്കണ്ട, ഈ ഫുഡൊന്നും കഴിക്കണ്ട, എന്ത് ചെയ്താൽ മതി, മോൻ ഡയറ്റ് ചെയ്താൽ മതി. പക്ഷെ കാരണന്മാരോട് നമ്മൾ പറഞ്ഞിട്ട് അവർ ഏൽക്കുന്നുണ്ടായിരുന്നു. അവര് ഫുഡൊക്കെ കഴിപ്പിച്ചു. അതേപോലെ തന്നെ എന്തോ പച്ചമരുന്നും അങ്ങനത്തെ കുറെ ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, ലേഹ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചു. ഗുണ്ടുമാങ്ങയാക്കി. അതിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ കൊച്ചിനെപ്പോഴും തേറ്റലും അതേപോലെ അവർക്ക് ദഹനക്കുറവും പ്രശ്നങ്ങളൊക്കെ വന്ന് ഞങ്ങൾ പീഡിയാട്രീഷനെ കാണിച്ചു. പീഡിയാട്രീഷനെ കാണിച്ചപ്പോ പറഞ്ഞു, ഇത് അമ്മ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന്റെ ഭാഗമാണ്, കൊച്ചിന് പുറത്തുനിന്ന് അസുഖങ്ങളൊന്നും വരിക അമ്മ കഴിച്ച ഭക്ഷണം കൊണ്ടാണെന്ന് പറഞ്ഞു. അമ്മ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ചോറ് മാത്രമേ കഴിക്കുന്നുള്ളൂ, ഈ ചോറ് മാത്രം കഴിച്ചാൽ ഡോക്ടർ കമ്പനിയാണ്, നമ്മൾ ചീത്തയൊക്കെ പറയും, ഈ ചോറ് മാത്രം കഴിച്ചാൽ എങ്ങനെയാ ശരിയാവുക, കൊച്ചിന് പാല് കൊടുക്കണല്ലേ, പ്രോട്ടീൻ പാലുകൊണ്ടല്ലേ പ്രോട്ടീൻസ് ഒക്കെ കിട്ടണേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്നോട് പറഞ്ഞു, ചെറുപയർ നന്നായിട്ട് വേവിച്ച് കഴിക്കാം, അല്ല ചെറുപയർ മുളപ്പിച്ച് കഴിക്കാം, പിന്നെ അല്ലെങ്കിൽ നീ സാലഡ് ഉണ്ടാക്കി കഴിച്ചോ, ചെറുപയറും കുറച്ച് കുക്കുംബറും ക്യാരറ്റും കുറച്ച് ക്യാബേജ് ഒക്കെ അരിഞ്ഞിട്ട് നല്ല രീതിയിൽ സാലഡ് ഉണ്ടാക്കി കഴിച്ചോ, ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പോൾ കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഒരു 20-30 ഒരു 40 വരെ അമ്മ പറയണൊക്കെ കേട്ടിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, കൊച്ചിന്റെ കാര്യം വന്നപ്പോ ഹസ്ബൻഡും എന്റെ കൂടെ നിന്നു. ഹസ്ബൻഡും പറഞ്ഞു, മരുന്നൊക്കെ നിർത്തിയിട്ടു, നീ ഡോക്ടർ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു സപ്പോർട്ട് ചെയ്തു. ഞാനെന്റെ മരുന്നെല്ലാം നിർത്തി, ആയുർവേദ മരുന്നുകളൊക്കെ നിർത്തി, പ്രോപ്പർ ആയിട്ട് ഭക്ഷണം കഴിച്ചു. ഞാൻ എന്നാലും നല്ല വെയിറ്റ് ഗെയിൻ കഴിച്ചു. ആ സമയത്ത് നമ്മൾ കഴിച്ച അനാവശ്യമായി കഴിച്ച ആ ഭക്ഷണം കൊണ്ട് ഞാൻ ഒരുപാട് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ സെക്കൻഡ് ഡെലിവറി ആയി കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, മൂത്ത ആൾക്ക് ഇതേപോലത്തെ അസുഖങ്ങൾ തേറ്റലും മൂക്കിന്നും അതേപോലെ ഇങ്ങനെ ദഹനക്കുറവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അതുകൊണ്ട് ഞാൻ ഈ ആയുർവേദ മരുന്ന് കഴിക്കില്ല. ഞാൻ ഡോക്ടറിനോട് നിങ്ങൾ ചോദിച്ചു, ഞാൻ ആയുർവേദ മരുന്ന് കഴിക്കില്ല. സോ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ആവശ്യത്തിനുള്ള റൈസും അതേപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ കഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് നമുക്ക് എരിവുള്ള കറികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തരും കേട്ടോ. അത് വേറെ വല്ല അസുഖങ്ങളൊക്കെ വരത്തുള്ളൂ, അൾസർ, പൈൽസ് അതേപോലത്തെ അസുഖങ്ങളെ വരത്തുള്ളൂ. ഞാൻ എന്താ പറയുക, എനിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഞാൻ കഴിക്കുള്ളൂ, ഞാൻ തന്നെ പോയി കഴിക്കും. സാധാരണ പിള്ളേര് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പാടില്ല എന്ന് പറയും. ഞാൻ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, 2ന്റെ അന്ന് നടക്കാൻ തുടങ്ങി. എന്നോട് ഡോക്ടർ പറഞ്ഞതാണ്, മാക്സിമം നിങ്ങൾ നടക്കാൻ പറ്റും, നടന്നോ, അത്രയും വേദന കുറയുന്ന പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ നടക്കും. എന്നോട് വന്ന് നടക്കണേ, ഞാൻ നടക്കൂല, ഞാൻ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ നടന്നു. കാരണം നമുക്ക് പറയണൊന്നും കേൾക്കില്ല. ഞാൻ ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കിട്ടാം. അതേപോലെ ഭക്ഷണത്തിന്റെ കാര്യം അവർ പറഞ്ഞത് മാത്രം ഞാൻ ഫോളോ ചെയ്തോളൂ. ഞാൻ പറഞ്ഞു,
ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞു കാൽസ്യത്തിന് മരുന്നുള്ളത്. അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാണ് അയണിന്റെ ടാബ്ലറ്റ് തരുന്നത്. എല്ലാവരും ടാബ്ലറ്റും സപ്ലിമെന്റും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ പഴയ രീതിയിലുള്ള മരുന്നുകളല്ല ഇപ്പൊ തരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും അളവ് എന്ത് മതി, ഫുഡ് മതി എന്ന് പറഞ്ഞു ഞാൻ സാധാരണ അളവിൽ ഫുഡ് കഴിച്ചോളൂ. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് അത്രയും കഴിച്ചോളൂ. നമ്മുടെ പേരൻസ് ഒക്കെ പറഞ്ഞേക്കണ കാല് എന്താ അടുപ്പിച്ച് വെച്ചിട്ട് നീണ്ടു നിവർന്ന് കിടക്കണം, എന്നാലേ നടുവേദന ഉണ്ടാവാതിരിക്കുള്ളൂ. ഇപ്പൊ നടക്കുമ്പോ ഓടി നടക്കും, പിന്നീട് നടുവേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മച്ചിയൊക്കെ അങ്ങനെയാണ് പണ്ടൊക്കെ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഞാൻ സെക്കൻഡ് ഡെലിവറി അടുത്ത 2 ഡെലിവറി കഴിഞ്ഞത് അടുത്താണ്. അപ്പൊ അവർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ, ഹസ്ബൻഡ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് റെസ്റ്റ് എടുക്കാൻ സമയമുണ്ടാവും, നീ ഇവിടെ നിവർന്ന് കിടന്നോ. ഞാൻ പറഞ്ഞു ഞാൻ കിടക്കില്ല. ഞാൻ എന്ത് ചെയ്തു, 28 കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കൊച്ചിന്റെ തുണികളൊക്കെ കഴുകാനൊക്കെ തുടങ്ങി. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. വേറൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ചെറുപ്പം മുതലുള്ള പ്രശ്നമാണ് കേട്ടാ. മറ്റൊരാള് ഒരുപാട് കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ല. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. കൊച്ചിനെ കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയപ്പോഴും ഇത് തന്നെയാ ഫോളോ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഇതില്ല. അതേപോലെ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ മാക്സിമം പ്രോപ്പർ ആയിട്ട് ഫുഡ് എടുത്തത്. അതുകൊണ്ട് എന്താണ് ചെറുതിന് ഇങ്ങനത്തെ ദഹന പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു പ്രശ്നമോ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ പനി എങ്ങാണ്ട് വന്നിട്ടുണ്ട്, ഒരു 3 മാസത്തിനുള്ളിൽ ചെറിയ പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി എന്നല്ലാണ്ട് വേറെ ഒരു കാരണത്തിനും പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഈ ക്ലൈമറ്റിന്റെ ചേഞ്ച് കൊണ്ടൊക്കെയാണ് അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്താണ്, വെയിറ്റ് അത്രയും ഗെയിൻ ചെയ്തില്ല. ആദ്യത്തെ ഡെലിവറിന്റെ അത്രയും വെയിറ്റ് ഒന്നും നമ്മൾ ഗെയിൻ ചെയ്തില്ല. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, നമ്മൾ കഴിക്കേണ്ട ഫുഡ് പ്രോപ്പർ ആയിട്ട് കഴിക്കണം. ഒരുപാട് നമ്മൾ നോക്കാൻ നമുക്ക് ഒരുപാട് നമ്മുടെ ആവശ്യം, നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തതിൽ കൂടുതൽ നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്താൽ നമ്മുടെ ബോഡിക്കും അത് എന്തല്ല, നല്ലതല്ല, ഹാർംഫുൾ ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഡെലിവറിയുടെ കാര്യം പറഞ്ഞത് കേട്ടോ. ഷുഗർ കട്ട്, റൈസ് കുറച്ച് ഇൻട്രേറ്റ് ചെയ്താല് വെയിറ്റ് കുറയും. ശരിയാണ്. നമ്മള് മാക്സിമം നമ്മളുടെ ഡെയിലി ഡയറ്റിൽ ഷുഗർ ഒന്ന് ഒഴിവാക്കി. റൈസ് കട്ട് ചെയ്യണ്ട, ഷുഗർ ഒന്ന് കട്ട് ചെയ്തോണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒരു മാസം നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ വെയിറ്റ് കുറയും. വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് എന്താ പറയുക അതിന് കൂടിയിട്ടുള്ള ഫാക്റ്റുകൾ, അതേപോലെ വെയിറ്റുകളൊക്കെ ഷുഗർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ നിന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. നിങ്ങളെല്ലാവരും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ ചിലപ്പോൾ ചില അമ്മമാരൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഒരു 12 മണിയൊക്കെ ആകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടെ ഒക്കെ ഒരുമിച്ച് കഴിക്കണവര് എന്താണ് ഉണ്ടാവും. അപ്പൊ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠനം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിനി ആരും ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യില്ലല്ലോ. നമ്മുടെ മക്കളെയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമല്ലോ. അതേപോലെ തന്നെ നമ്മളുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വരുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുമല്ലോ. ഈ 3 കാര്യം നമ്മൾ ഇത് ചെയ്യണം. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വന്നത്. ജസ്റ്റ് ഒരു കോമൺ ചോദ്യമാണ്, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചോദിക്കുമ്പോ എന്താണ് കഴിച്ചിട്ടാ വന്നത് മിസ് എന്ന് പറയുമ്പോ ഓക്കെ കുഴപ്പമൊന്നുമില്ല. കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ എന്തുകൊണ്ടാണ് കഴിക്കാത്തതെന്ന് ചോദിക്കാം. ആ സാഹചര്യം മനസ്സിലാക്കി അവന് എന്താ പറയാനുള്ളത് നമ്മൾ കേൾക്കാം. ഇനി നമ്മളുടെ കുട്ടികളെയും ഭക്ഷണം നല്ല പ്രോപ്പർ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചില കുട്ടികൾ പറയുന്ന കാരണം എന്ന് വെച്ചാല് സമയമില്ല മിസ്സേ, സമയം ഉണ്ടായിരുന്നില്ല, അമ്മ അത് ഉണ്ടാക്കാൻ വൈകിപ്പോയി. നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മളത് മാക്സിമം കുറച്ച് നേരത്തെ എഴുന്നേറ്റാകുമ്പോൾ ഒരു കുട്ടികളെ നേരത്തെ ഒന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് ഭക്ഷണം കൊടുത്താൽ മതി. അപ്പൊ എന്താണ് അവർ പ്രോപ്പർ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് പോകാനുള്ള ടൈം ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. നോക്കട്ടാ. Therefore every human being has to regulate input of food. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ല രീതിയിൽ കഴിക്കാനും അതിന്റെ ഇൻപുട്ട് കുറയ്ക്കാനും നോക്കണം. The quantity of food eaten is calculated in calories. നമ്മൾ പറയുന്ന ഫുഡ് നമ്മൾ കഴിച്ചത് കാലറീസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The quantity required depends upon the various factors such as weight, amount of muscular work a person does,
ഏജ്, സെക്സ്, ക്ലൈമറ്റ് എക്സെട്ര ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് നമ്മൾ ഇത് ചെയ്യുന്നത്. The process by which food is used in the human body is called metabolism. എന്താണ് മെറ്റബോളിസം? നമ്മുടെ പിക്ചർ എടുത്ത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ബോഡിയിലേക്കും ഈ ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട്. ഈ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നുണ്ട്, ഈ ഫുഡ് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യണ്ടേ, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണ്ടേ. ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെറ്റബോളിസത്തിന്റെ ഡെഫിനിഷൻ ഇതിൽ കറക്റ്റ് ആയിട്ടില്ല, നമുക്കത് എഴുതിയെടുക്കാം കേട്ടോ. സെയിം തന്നെയാണ്, ഒരു സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ. The process by which food is used in the human body is called metabolism എന്നാണ്. എന്നാൽ നമുക്കൊരു മീനിങ് പോലെ അല്ലെങ്കിൽ മീനിങ് പോലെ എഴുതാം കേട്ടോ. എല്ലാവരും എഴുതാലോ. The chemical reaction in the body's cells that change food into energy. നമ്മുടെ ബോഡി എന്ത് ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസം എന്ന് പറയുന്നത് കേട്ടോ. The chemical reaction in the body cells that change the food into energy. നമ്മുടെ ഫുഡിനെ എനർജി ആക്കി മാറ്റുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റബോളിസം എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് എഴുതിയെടുത്തിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയാലും മെറ്റബോളിസം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഫുഡിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, പിന്നെന്താണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. എന്താണ് എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്. എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷ്യൻസിന്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനുള്ള എനർജിക്ക് അനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആരോഗ്യം തരുന്ന അല്ലെങ്കിൽ എനർജി തരുന്ന ഫുഡ് ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ ഫുഡിനെ എന്തായിട്ട് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എനർജി സപ്ലൈയേഴ്സ്, ടെസ്റ്റിൽ അങ്ങനെയാണല്ലേ, എനർജി സപ്ലൈയേഴ്സ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഓക്കെ, എനർജി ഇനി കുറച്ച് പുറത്തുനിന്നാണ് പറയുന്നത്, കാരണം നമ്മുടെ ടെസ്റ്റിൽ കുറച്ചുള്ളൂ. അതിൽ നിന്ന് ഒരുപാട് ഇതിൽ എന്തുണ്ട്, നമുക്ക് ഒരുപാട് പുറത്തുനിന്ന് പറയാനുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് ഒന്ന് വായിക്കും, ആ ഡെഫിനേഷൻ ഒന്ന് വായിക്കും, എക്സ്പ്ലെയിൻ ചെയ്യും. എഴുതിയെടുക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, energy giving food provides the body with the nutrients that helps you to stay active and energized throughout the day. നമ്മൾ എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യേണ്ട ടാസ്കുകളൊക്കെ ചെയ്യണ്ടേ, കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ടാസ്കുകളൊക്കെ ചെയ്യണ്ടേ. ആ ടാസ്ക് ചെയ്യാൻ നമുക്ക് എന്താണ്, എനർജി ആവശ്യമാണ്. നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കണം, എനർജൈസ്ഡ് ആയിട്ടിരിക്കണം. അതിനാവശ്യമുള്ള ഫുഡുകളാണ് നമ്മൾ എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറയുന്നത്. ദീസ് ന്യൂട്രീഷൻസ് ഇൻക്ലൂഡ്, എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് ഇത് വരുന്നത്, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, പ്രോട്ടീൻ. ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, പ്രോട്ടീൻ. The body use the energy for many functions include. നമ്മുടെ ബോഡി ഒരുപാട് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, എനർജീസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെറ്റബോളിസം, അതേപോലെ പെർഫോമിങ് ഫിസിക്കൽ ടാസ്കുകൾ, നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യുന്ന ആരോഗ്യപരമായിട്ട് ചെയ്യുന്ന ടാസ്കുകൾ, റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ, മെയിൻറ്റെയിനിങ് ബ്രീത്തിങ് ആൻഡ് റെഗുലേറ്റിംഗ് ഹാർട്ട് ബീറ്റ്സ്, നമ്മുടെ ഹാർട്ടിന്റെ ബീറ്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ആവശ്യമാണ്, എനർജി ആവശ്യമാണ്. ഈ എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്, ഈ എനർജി ഗിവിംഗ് ഫുഡിൽ നിന്നാണ്. പറഞ്ഞ എക്സാമ്പിൾ ഏതായിരുന്നു, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്. ഇനി നമുക്ക് ടെസ്റ്റ് നോക്കാം കേട്ടോ.
എനർജി സപ്ലയേഴ്സ് ഫ്രം എ സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിനെ സംബന്ധിച്ച് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത് എനർജി സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഇതിൽ പറയുന്നത്? വീറ്റ്, മാസി, സ്ക്രാച്ചി, വെജിറ്റബിൾസ്, പൾസ്, ഷുഗർ കെയിൻ, ജാഗ്രി, ബട്ടർ, ഗീ എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് എന്താണ് ദീസ് ടൈപ്സ് ഓഫ് ഫുഡ്. ഈ പറഞ്ഞിട്ടുള്ള ഫുഡുകൾക്കുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറഞ്ഞ എനർജി ഫുഡുകൾ കേട്ടോ. വീറ്റ് അറിയാല എന്താണ്? ഗോതമ്പാണ്. മാസി എന്താണ്? മാസി എന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചോളം. ചോളം ചോളം ചോളം. ചോളം. ഓക്കെ. സ്ട്രാച്ചി എന്ന് പറയുമ്പോഴോ? കഞ്ഞി. കഞ്ഞിവെള്ളം. ഏറ്റവും കൂടുതൽ സ്ട്രാച്ചസ് ഉള്ള ഫുഡ് ഏതാണ്? സ്ട്രാച്ച്. കഞ്ഞിവെള്ളം അതേപോലെ മൈദയിലൊക്കെ നമുക്ക് എന്തുണ്ട് സ്ട്രാച്ചസ് കൂടുതലാന്ന് പറയാറുണ്ട് നമ്മള്. സ്ട്രാച്ചി ആയിട്ടുള്ള സെറൽസ് അതേപോലെ അങ്ങനത്തെ ഫുഡുകളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് എന്തുണ്ട് സ്ട്രാച്ചുകൾ എന്ന് പറയാറുണ്ട്. ദെൻ വെജിറ്റബിൾസ് നിങ്ങൾക്ക് അറിയാം. പൾസസ് അറിയാം, ധാന്യങ്ങളാണ്. ഷുഗർ കെയിൻ എന്താണ്? കരിമ്പ്. കരിമ്പ്. പൾസസ് എന്ന് പറഞ്ഞാല് പയർവർഗ്ഗങ്ങളാണ്. പച്ചപ്പയറൊക്കെ. ആ ജാഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വെല്ലം, ശർക്കര. അന്നജം. അന്നജം തന്നെയാണ് സ്റ്റാച്ചിനെ പറയുന്നത്. ഏറ്റവും കൂടുതൽ അന്നജം മലയാളത്തിൽ അന്നജം സ്റ്റാച്ചിനെ പറയുന്നത്. അന്നജം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ്. അന്നജം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് റൈസിലാണ് കേട്ടോ. ഓക്കെ. അതേപോലെ ബട്ടർ ഒക്കെ അറിയാലോ, മിൽക്ക് പ്രോഡക്റ്റ് ആണ്. ബട്ടർ, വെണ്ണ, പിന്നെന്താണ് നെയ്യ്. ഗീ എന്ന് പറയുന്നത് നെയ്യൊക്കെ. ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് എനർജി തരുന്ന ഫുഡുകളുള്ളത്. ദീസ് ഫുഡ് സപ്ലൈ എനർജി ടു ദ ബോഡി ആൻഡ് കീപ് ഇറ്റ് വാം ആൻഡ് ആക്റ്റീവ്. നമ്മുടെ ബോഡി എങ്ങനെയാണ് നല്ല എനർജറ്റിക് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി തരുന്നത് ഈ ഫുഡ് ഐറ്റംസ് ആണ്. അതേപോലെ നമ്മൾ വാം ആയിട്ട് എടുക്കുന്ന ചൂട് ടെമ്പറേച്ചർ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ആക്റ്റീവ് ആയിട്ടൊക്കെ ഇരുത്താൻ വേണ്ടിയിട്ട് എനർജി ഗിവിംഗ് ഫുഡ് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം എന്താണ് എനർജി ഗിവിംഗ് ഫുഡ് എന്ന്. നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിന് എനർജി തരുന്ന ടൈപ്പ് ഫുഡ് ഐറ്റംസിനെയാണ് നമ്മൾ എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറയുന്നത്. അതിൽ വീറ്റ്, മാസി, സ്ക്രാച്ചി, അന്നജം, സ്ക്രാച്ച്, അതേപോലെ വെജിറ്റബിൾസ്, പൾസ്, ഷുഗർ കെയിൻ, ജാഗ്രി, ബട്ടർ, ഗീ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അളവ് നമുക്ക് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ബോഡി ഫങ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ബോഡി ബിൽഡേഴ്സ് എന്ന് വെച്ചാൽ ബോഡി ബിൽഡിംഗ് ഫുഡ്. ഞാൻ അങ്ങനെ പറയണേട്ടാ. എപ്പോഴും എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ് ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് പറയണേ കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് സെയിം തന്നെയാണ് രണ്ടിനെയും പറയണത്. ബോഡി ബിൽഡിംഗ് ഫുഡ് ആർ ദ ഫുഡ് ദാറ്റ് ആർ റിച്ച് ഇൻ പ്രോട്ടീൻസ്. കൂടുതലായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകളെയാണ് നമ്മൾ എന്ത് പറയണത്? ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയുന്നത്. കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? പാല്, മുട്ട. ഓക്കെ. പാല്, ചിക്കൻ, മീറ്റ്. ഓക്കെ. എന്താണ്? ഫിഷ്, അങ്ങനെയുള്ള ക്യാബേജ്, കോളിഫ്ലവർ, കറിവേപ്പ് അങ്ങനെയുള്ള നട്ട്സ്. ഓക്കെ. ചീര. ധാന്യങ്ങൾ. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഏതാണ് ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന്. These types of food contain nutrients which are required to make the body and replace worn out of issues. നമുക്ക് മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അസുഖങ്ങളല്ല മറ്റ് ഇഷ്യൂസ് ഒന്നും വരാതെ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഏത് ഫുഡ് ഐറ്റംസ് വേണ്ടത്? ബോഡി ബിൽഡിംഗ് ഫുഡ് ഐറ്റംസ് വേണ്ടത്. മീറ്റ്, ഫിഷ്, മിൽക്ക്. ഫാറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഫാറ്റ് ആണ്. FAT ആണ് കേട്ടോ. FAT ആണ്. Fat products, dried beans, peas, nuts, cereals, etc. belongs to this category. ഈ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. നിങ്ങൾ വിചാരിക്കും ഫാറ്റ് ഒക്കെ നല്ലതാണോ എന്ന്. പക്ഷേ ഫാറ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്.
നല്ല ഫാറ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. നമ്മൾ പഠിക്കൂട്ടെ നല്ല ഫാറ്റ് എന്താണ്, ചീത്ത ഫാറ്റ് എന്താന്നൊക്കെ നമ്മൾ പഠിക്കും. നമ്മുടെ ബോഡിക്ക് നല്ല ഫാറ്റ് ആവശ്യമാണ്. അപ്പൊ ഫാറ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. എന്നാൽ മാത്രമേ ചില വൈറ്റമിൻസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഈ ഫാറ്റിൽ മാത്രം ഡിസോൾബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ചൊക്കെ നോക്കും. അപ്പൊ അത് ഏതൊക്കെ വൈറ്റമിൻസ് ആണെന്നൊക്കെ നമ്മൾ നോക്കൂ കേട്ടോ. അപ്പൊ ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന്റെ ഡെഫിഷ്യൻസി മൂലം ഒരുപാട് അസുഖങ്ങൾ വന്നിട്ട്, ഫാറ്റിന്റെ ഡെഫിഷ്യൻസി മൂലം ഫാറ്റിലെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഈ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വൈറ്റമിൻസ് ഒന്നും അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല. Then ആണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നാ പ്രൊട്ടക്റ്റീവ് ഫുഡ് സംരക്ഷണം നൽകുന്ന ഫുഡോ, നമ്മളെ മറ്റസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലത്തെ ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ഫുഡ് ആർ ദാറ്റ് ഫുഡ് ദാറ്റ് കണ്ടെയ്ൻസ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ് and help protect against the deficiency disease and infections. അപ്പൊ മറ്റ് ഡെഫിഷ്യൻസീസിൽ നിന്നും മറ്റ് ഇൻഫെക്ഷനിൽ നിന്നും നമ്മളെ സേവ് ചെയ്യുന്ന ടൈപ്പ് ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ഫുഡ് ഹെൽപ്സ് ബിൽഡ് ഹെൽത്തി സെൽസ് ആൻഡ് ടിഷ്യൂ. നമ്മുടെ ഓരോ സെൽസും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ടിഷ്യൂസ് ഒക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും, keep the body active and energetic and strengthen bones. നമുക്ക് നല്ല ആരോഗ്യമുള്ള ബോൺസ് കിട്ടാൻ, പ്രോപ്പർ ആയിട്ടുള്ള മസിൽസ് കിട്ടാൻ, നമ്മുടെ ടീത്തിന്റെ ഒക്കെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്. ആരാ സംസാരിക്കണേ? കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ കുട്ടി വേണ്ട ഒരു കേൾക്കട്ടാൻ വരാന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഓക്കെ കേട്ടോ, ബാക്കിയുള്ളവരും മിണ്ടാതിരിക്കുക കേട്ടോ. നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം, പ്രൊട്ടക്റ്റീവ് ഫുഡ് വേണം. The protective food stuff contains protective essential substance. നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡ് ഐറ്റംസിലാണ് പ്രൊട്ടക്റ്റീവ് സബ്സ്റ്റൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ, നമ്മള് നല്ല എന്താണ് പ്രതിരോധ ശക്തികൾ കിട്ടാൻ വേണ്ടി നമ്മളോട് ഡോക്ടേഴ്സ് ഒക്കെ നമ്മൾ നല്ല ചെറുപ്പം മുതലേ ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത് നല്ല വെജിറ്റബിൾസ് കഴിക്കണം, പഴവർഗ്ഗങ്ങൾ കഴിക്കണം, ഇലക്കറികൾ കഴിക്കണം, അതേപോലെ മത്സ്യങ്ങളും പാലും എരിക്കൊക്കെ കഴിക്കണം നമ്മളെ ചെറുപ്പം മുതലേ പറയാറില്ലേ. അതിന് വേണ്ടിയിട്ടാണ് അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ നല്ല പ്രൊട്ടക്ഷനോട് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊട്ടക്റ്റീവ് ഫുഡുകൾ കഴിക്കാൻ പറയുന്നത്. The protective food stuff contains the protective essential substance, vegetable, fresh fruits, green leafy, fish, milk, egg, etc. includes the protective essence. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് വേണം, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആവശ്യമാണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ആരോഗ്യത്തോടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. അത് എന്തിൽ നിന്നൊക്കെയാണ് കിട്ടണേന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ന് ഞാൻ എടുത്തത് എന്താണ്, ഫുഡ് ന്യൂട്രീഷ്യസ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. ഫുഡിന്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറഞ്ഞത്. നിങ്ങൾ ആദ്യത്തെ 2 പാരഗ്രാഫും വായിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ഐറ്റംസും കൂടി ഒന്ന് വായിക്കാം കേട്ടോ. പ്രൊട്ടക്റ്റീവ് എസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളെയാണ് പ്രൊട്ടക്റ്റീവ് എസൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചില ഘടകങ്ങളുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഡെഫിഷ്യൻസി മൂലം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഗ്രീൻ ലീവ്സ് അല്ലെങ്കിൽ ഗ്രീൻ പച്ച ഇലക്കറികൾ കഴിച്ചില്ല എന്ന് വിചാരിക്കും, നമുക്ക് എന്ത് അസുഖം വരും, അയണിന്റെ ഡെഫിഷ്യൻസി വരും. അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് കഴിക്കണം. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചു നോക്കി, ആദ്യം മുതൽ വായിച്ചു നോക്കി. ചാപ്റ്റർ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ഇന്നെടുത്ത് നിർത്തിയത് വരെയും ഒന്ന് വായിച്ചു നോക്കാം. താങ്ക് യു. ക്ലാസ് ആയിട്ടില്ല.
അത് വായിച്ചു നോക്കാനുള്ള ടൈം തന്നിരിക്കുന്നത് കേട്ടോ. ടിഷ്യൂസ് ആയിരിക്കുള്ളൂ, അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും ബോഡി ബിൽഡിങ്ങില്. ആ ടിഷ്യൂസ് എന്നാണ് കേട്ടോ. നമ്മളുടെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള ടിഷ്യൂസ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ് ബോഡി ബിൽഡിംഗ് ഫുഡ് ഐറ്റംസ് ആവശ്യമാണ്. അതൊന്ന് ടിഷ്യൂ ആക്കിക്കോട്ടെ കുട്ടികൾ. നിങ്ങൾ ഒന്ന് എഡിറ്റ് ചെയ്തു, അത് ഇഷ്യൂ എന്നല്ല ടിഷ്യൂ എന്നാണ്, കാരണം ടിഷ്യൂസ് ആണ് കേട്ടോ. ഒന്ന് എഡിറ്റ് ചെയ്തേക്ക് കേട്ടോ. നമ്മുടെ ബോഡിയിൽ സെൽസിനോ ടിഷ്യൂസിനോ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വരും, റീപ്ലേസ് ചെയ്യുന്നതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ്, ബോഡി ബിൽഡിംഗ് ഫുഡുകൾ പ്രോപ്പർ എമൗണ്ട് നമുക്ക് ആവശ്യമാണ്. ഒന്ന് എഡിറ്റ് ചെയ്തേക്ക്. ഓക്കെ, അതെ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന പോർഷനിൽ ഫസ്റ്റ് സെന്റൻസിന്റെ അവസാനം ടിഷ്യൂസ് എന്നാണ്. ടിഷ്യൂസ്. These types of good food contains nutrients which are required to make the body and replace worn out tissues. നമുക്ക് അസുഖങ്ങൾ വരുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് ബിൽഡ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉള്ള സെൽസുകൾ ടിഷ്യൂസ് ഒക്കെ റീപ്ലേസ് ചെയ്യാനും നമുക്ക് ബോഡി ബിൽഡിംഗ് ഫുഡ് നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യകതയുണ്ട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ബോഡി ബിൽഡിംഗ് ഫുഡില് ആദ്യത്തെ സെന്റൻസിൽ ലാസ്റ്റ് വൺ ടിഷ്യൂസ് എന്നാണ്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഇതിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. അതിനാണ് വായിച്ചു നോക്കാനായിട്ട് പറയുന്നത് കേട്ടോ. എല്ലാവരും വായിച്ചോ? വായിച്ചു മാം. അടുത്ത ക്ലാസ്സിലേക്കുള്ള ആക്ടിവിറ്റി എന്താണ്? മാൽന്യൂട്രീഷന്റെ കുട്ടികളിലെ ഉണ്ടാവുന്ന ന്യൂട്രീഷൻ ഡിസീസസ് അസുഖങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ എന്റെ നോട്ട്ബുക്കിൽ പ്രിപ്പയർ ചെയ്താൽ മതി. 10 അസുഖങ്ങളെ കുറിച്ചിട്ട് വേണം കേട്ടോ. ഓക്കെ അല്ലേ? എന്താ മാം വോയിസ് കട്ടാവുന്നു മാം, ക്ലിയർ ആയില്ല. എടാ, നമുക്ക് പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ ഫേസ് ചെയ്യുന്ന 10 അസുഖങ്ങളെ കുറിച്ചിട്ട് ആ 10 അസുഖങ്ങളുടെ പേരും അത് എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് ആ അസുഖങ്ങൾ വരണമെന്നും ഒരു ലിസ്റ്റ് നിങ്ങളുടെ ജിയ നോട്ട്ബുക്കിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്നാണ്? തേഴ്സ്ഡേ അല്ലേ? വെനസ്ഡേ എന്നൊക്കെ പറയുന്നത് ക്രിസ്മസ് അല്ലേ? അപ്പൊ നമ്മളിനി കൊല്ലമാണോ കാണുന്നത്? അല്ലാലോ, എന്നാ കാണാന്ന്? ഇനി ലാസ്റ്റ് ആണ് തോന്നുന്നുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞിട്ടേ ക്ലാസ് ഉള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വരാം. ഞങ്ങൾക്ക് 10 ദിവസത്തെ അവധി ഉണ്ടോ? നിങ്ങൾക്ക് അവധിയൊന്നും ഇല്ല കേട്ടോ. ക്രിസ്മസിന് അന്ന് മാത്രമായിരിക്കും അവധി. ആണോ? അവധിയില്ലല്ലേ? ഓക്കെ. എനിക്ക് അറിഞ്ഞൂടാ, ഇത് ഇൻഫർമേഷൻ വരും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇൻഫർമേഷൻ എന്തായാലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂട്ട് വരും. നിങ്ങൾ കുഞ്ഞുകുട്ടികളോ നല്ല അവധിയൊക്കെ തരാനായിട്ട്. ഓക്കെ ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് പറയുന്ന പറയണ്ടേ? ഞാനാണ് മാം, രസ്ന. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോട്ടാടാ. Okay, ma'am. Education is the key that unlocks the golden door to freedom. George Washington. You succeed in make it easy to learn this subject with your always interesting and creative teaching.
Thank you, ma'am. Thank you, my dear friends, for making this class more engaging with your free doubts. Thank you all. Thank you. Thank you, ma'am.